നമസ്കാരം. 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 ഷാജിലെ, ഞാൻ ഇന്നിപ്പോ യു എൻ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് ഇന്ന് ഉണ്ടായിരുന്നല്ലോ. ഈ ഇസ്രായേൽ ആക്രമണം ഇപ്പൊ ലെബനൻ വരെ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ എന്താണ് ആ യു എൻ ജനറൽ ബോഡി മീറ്റിംഗിന്റെ കഴിഞ്ഞ ശേഷം പുറത്തു വരുന്ന വാർത്തകൾ? യു എന്റെ ജനറൽ കൗൺസിൽ യോഗം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ന്യൂയോർക്കിൽ എത്തുകയും ജനറൽ കൗൺസിൽ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ ദീർഘമായ ഒരു പ്രഭാഷണം കഴിയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിഷയം. ആഗോളതലത്തിലെ 21 ദിവസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേലിന്റെ സഖ്യകക്ഷികൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ 2 ദിവസം മുമ്പ്. പ്രധാനമായിട്ടും യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഫ്രാൻസുമാണ് മുന്നോട്ട് വെച്ചത്. അതിന് പ്രധാന കാരണം കഴിഞ്ഞ ഒരു തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് 700ഓളം ആൾക്കാർ മരണപ്പെടുകയുണ്ടായി ഇസ്രായേൽ ആക്രമണത്തിൽ. അപ്പോ അതുകൊണ്ട് സംഘർഷം ലഘൂകരിക്കണം, അല്ലെങ്കിൽ ഇത് ആഗോളതലത്തിലേക്ക് വ്യാപിക്കുകയോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ ഇതിനെ ബാധിക്കുമെന്നുള്ള ഒരിത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഫ്രാൻസും അമേരിക്കയും കൂടി ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. പക്ഷെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിനെ നിരസിക്കുകയും കൂടുതൽ ശക്തിയോടുകൂടി ആക്രമിക്കാനുള്ള ആഹ്വാനം നടത്തിയിട്ടാണ് ന്യൂയോർക്കിലേക്ക് പ്ലെയിൻ കയറിയത്. അതിനോടൊപ്പം തന്നെ അദ്ദേഹം വേറൊരു കാര്യവും അങ്ങോട്ട് കയറുമ്പോൾ പറഞ്ഞു, യുഎസിൽ നിന്ന് $8.7 ബില്യൺ സൈനിക സഹായ പാക്കേജ് സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ നെതന്യാഹുവിനെ പറ്റിയ സംഭവം എന്ന് പറയുന്നത്, അവിടെ അഭിസംബോധന ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആ പോകുന്ന വഴിയിലും എല്ലാം ഒരുപാട് പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് ന്യൂയോർക്ക് സിറ്റിയില് വളരെയധികം പ്രതിഷേധങ്ങൾ, ഒരുപാട് ആൾക്കാർ തിങ്ങി നിറഞ്ഞ പ്രതിഷേധങ്ങൾ ഉണ്ടായി. ന്യൂയോർക്കിന്റെ പബ്ലിക് ലൈബ്രറിയുടെ പടികളിലൊക്കെ ആൾക്കാർ നിന്നിട്ട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. ഐക്യരാഷ്ട്ര സഭയിലേക്ക് അവർ മാർച്ച് ചെയ്യുകയും US നിർബന്ധിക്കുന്ന രീതിയിൽ, അതായത് US അവർ ആവശ്യപ്പെടുന്നത് സമാധാനത്തിന് വേണ്ടി വേണം US പ്രവർത്തിക്കേണ്ടത് എന്നാണ്. അപ്പൊ അതില് ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന പീപ്പിൾസ് ഫോറം എഡ്യൂക്കേഷൻ ഡയറക്ടർ ഉണ്ട്, ലയൻ ഹുലൈൻ ഖാൻ എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞു, പ്രതിഷേധത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: US ഇസ്രായേലും ഈ യുദ്ധത്തിൽ ഒരുമിച്ചാണ്. അടിസ്ഥാനപരമായി നെതന്യാഹു ഇവിടെ വന്നത് UN സംസാരിക്കാൻ അനുവദിക്കാൻ അമേരിക്ക ഒരു ഇമ്മ്യൂണിറ്റി നൽകിയത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വരാൻ കഴിയുമായിരുന്നില്ല. പാലസ്തീനിലും ലെബനനിലും പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലാൻ ഞങ്ങളുടെ നികുതി ഡോളർ, അതായത് US നികുതി ഡോളർ ഉപയോഗിക്കുന്നു, ഇതിൽ ഞങ്ങൾ അംഗീകാരം നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു അവിടുത്തെ ഒരു പ്രതിഷേധം തന്നെ. പിന്നെ പ്രസംഗം അദ്ദേഹം ആരംഭിച്ചു. പ്രസംഗം നമ്മള് യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ട് യാതൊന്നും ഇദ്ദേഹം പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. ഇറാനെതിരെയുള്ള ഒരു പ്രസംഗം മാത്രമായിരുന്നു. ഇറാനായിരുന്നു ഇയാളുടെ മുഖ്യ ശത്രു. ഇറാനെ ടാർഗറ്റ് ചെയ്താണ് പറഞ്ഞത്. അദ്ദേഹം വാദിച്ചതെന്ന് പറഞ്ഞാൽ, ഇസ്രയേല് ആ മിഡിൽ ഈസ്റ്റ് ഭാഗത്തെ എല്ലാ രാജ്യങ്ങളുടെയും സമാധാനത്തിന് വേണ്ടി ഇസ്രയേൽ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനിടയിൽ അമേരിക്കയുടെ സഹായത്തോടുകൂടി 4 അറബ് രാജ്യങ്ങളുമായി 2020 കരാറിൽ ഏർപ്പെട്ടു. അതുകൊണ്ട് സാമ്പത്തിക വാണിജ്യ നേട്ടം ഒരുപാട് കൈവരിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഈ നേട്ടങ്ങൾ അദ്ദേഹത്തിന് മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും എത്തിക്കണം. പക്ഷെ എത്തിക്കണമെങ്കിൽ UN ഇറാന് ഉപരോധം ഏർപ്പെടുത്തണം. കാര്യം അവർക്ക് ആണവ ആയുധം ഉണ്ടാക്കാനുള്ള താല്പര്യമുണ്ട്. അപ്പൊ ഇയാളുടെ പ്രധാന പോയിന്റ് ഇറാനായിരുന്നു, ടാർഗറ്റ് ഇറാനായിരുന്നു. അപ്പോ ആ ഒരു ആഗ്രഹമാണ് കണ്ടത്. പിന്നെ മറ്റൊന്ന് ഞാൻ കണ്ടത്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോ ഞാൻ സൂചിപ്പിച്ചായിരുന്നു, അയ്യപ്പദാസും അത് പറഞ്ഞായിരുന്നു, നമ്മള് പുതിയ സാങ്കേതികവിദ്യയുടെ സങ്കേതങ്ങളായ AI ഉപയോഗിച്ചുകൊണ്ട് യുദ്ധങ്ങൾ മാറി ഒരു ടെക്നോവാർ എന്നുള്ള രീതിയിലേക്ക് പോകുമെന്നുള്ളത്. ആ രീതിയിലോട്ടുള്ള യുദ്ധങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നതെന്നും AI ഉപയോഗിച്ച് അങ്ങനെയൊക്കെ നമുക്ക് ഡിസ്ട്രക്റ്റീവ് പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് UN പൊതുസഭയിൽ ഇദ്ദേഹം പറയുകയുണ്ടായി. പക്ഷെ അദ്ദേഹം പറഞ്ഞ രീതി എന്ന് പറയുന്നത്, ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇറാനിനൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാകണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്.
ഞെട്ടിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാലസ്തീനിലോ ലെബണനിലോ ഗാസയിലെ വിഷയങ്ങളിൽ വെടിനിർത്തലിനെ കുറിച്ചോ ഒന്നും അദ്ദേഹം പറഞ്ഞില്ല. അതാണ് പ്രധാന. പിന്നെ ഇദ്ദേഹം നമ്മുടെ ഒരു കോറിഡോറിന്റെ കാര്യമുണ്ട്. ഇസ്രയേലിൽ നിന്ന് UAE, സൗദി അറേബ്യ, ഗ്രീസ് എന്നിവിടങ്ങളിലേക്ക്, ഇന്ത്യ അടക്കം ഉള്ള രാജ്യങ്ങളിലേക്ക് ഒരു ഇടനാഴി, അതിനെ കുറിച്ച് പറയുകയുണ്ട്. അതൊരു പ്രോജക്റ്റ് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നമാണെന്നും, പക്ഷെ അതിന് തടസ്സം പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശമാണ്. അതുകൊണ്ട് പാലസ്തീന്റെ ഭരണം അദ്ദേഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഭരണ സംവിധാനം അവിടെ വന്നാൽ മാത്രമേ അത് നടപ്പിലാകുകയുള്ളൂ. അത് നടപ്പിലായാൽ വളരെയധികം പുരോഗതി ഉണ്ടാകും, അങ്ങനെ ജനക്ഷേമകരമാകും, മൊത്തം സമാധാനമാകും എന്നൊക്കെ ഇദ്ദേഹം ഈ പലതിനെയും കോട്ട് ചെയ്ത് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതിനകത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ കാര്യം, അദ്ദേഹം മരണത്തിന്റെ കണക്ക് പറഞ്ഞപ്പോ ഇസ്രയേൽ ജനങ്ങൾ മാത്രമേ മരിച്ചിട്ടുള്ളൂ. പക്ഷെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഗാസയിലെ യുദ്ധകുറ്റങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചുകൊണ്ട് നെതന്യാഹുവിനും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിക്കും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ മെയ് മാസത്തില്, ഈ 2024 മെയ് മാസത്തില് ICC പ്രോസിക്യൂട്ടർ, ഇന്റർനാഷണൽ കോടതിയാണ്, പ്രോസിക്യൂട്ടർ കോടതിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇവർക്ക് മാത്രമല്ല, ഹമാസിലെ 3 നേതാക്കന്മാര് യഹ്യ സിൻവാർ, ഇസ്മയിൽ ഹനിയ മുഹമ്മദ് എന്നിവർക്ക് എതിരെയും വാറണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അവര് കൊടുത്ത ഒരു കണക്കെന്ന് പറയുന്നത് ഒക്ടോബർ 7 ശേഷം ഇസ്രയേൽ ഭാഗത്ത് 1205 പേരുടെ മരണം ഉണ്ടായിട്ടുണ്ട് എന്നും, അതിന്റെ പ്രതികാര നടപടിയിൽ ഇസ്രയേല് 41,272 പേര് സിവിലിയൻസിനെയാണ് കൊല്ലപ്പെട്ടു എന്നുള്ളതുമാണ് അദ്ദേഹം അന്ന് വാദിച്ചത്. ഇത് UN അംഗീകരിച്ച കണക്കാണ്. പക്ഷെ ഈ കണക്കുകളെല്ലാം അങ്ങനെ ഇരിക്കുമ്പോൾ പോലും യാതൊരു മടിയും ഇല്ലാതെ അദ്ദേഹം ഇസ്രയേലില് ഭയങ്കരമായ ആക്രമണം നടത്തി ഒരുപാട് മരണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇപ്പോ ശരിക്കും ലോകരാജ്യങ്ങളിലും അദ്ദേഹത്തിന്റെ രാജ്യത്തിനകത്തും ഇദ്ദേഹത്തിനെതിരെ ഒരു വികാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ സെപ്റ്റംബർ മാസം തന്നെ 3 or 4 സമരങ്ങളും റാലികളും ഇസ്രയേലിനകത്തുണ്ടായി. അവർക്ക് യുദ്ധമല്ല വേണ്ടത്, സമാധാനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ട് സമരങ്ങൾ ഉണ്ടാവുകയാണുണ്ടായത്. ഇപ്പൊ നെതന്യാഹുവിന്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ വളരെ അപകടകരമാണ്. അതുകൊണ്ട് ഇതിനകത്തൊരു മിലിറ്ററി പരിഹാരം എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പോയാൽ ഒരിക്കലും അത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്തൊരു രാഷ്ട്രീയ നയതന്ത്ര പരിഹാരമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അല്ല, ഇതിന് പാലസ്തീനെ തകർക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന ഗാസ ഒന്ന് കയറി വെറുതെ ഒരു വർഷം മുമ്പ് ഒന്ന് വെറുതെ ചൊറിഞ്ഞതാണ് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ സംശയം, അപ്പൊ തിരിച്ച് ഇസ്രയേലിന് പാലസ്തീൻ മാത്രമല്ല തകർക്കുക മാത്രമല്ല ലക്ഷ്യം, മറ്റെന്തെങ്കിലും വേറെ ലക്ഷ്യങ്ങളും കാണുന്നുണ്ടോ? അല്ല, ആ ഒരു മൊത്തം ഏരിയ ഇവരുടെ കൺട്രോളിൽ വരണം. എങ്കിൽ മാത്രമേ ഇവരുദ്ദേശിക്കുന്ന തരത്തിൽ ഈ എല്ലാ കോണ്ടിനെന്റ്സിലൂടെയും പൈപ്പ് ലൈനുകളും ബാക്കിയുള്ള സംഗതികളും ഇട്ടിട്ട് അവരുടെ കച്ചവട താല്പര്യമായ വാണിജ്യ വ്യാപാര താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ പാലസ്തീനെ കൺട്രോൾ ചെയ്യുന്ന ഇറാൻ ആകുമ്പോൾ, അല്ലെങ്കിൽ പാലസ്തീനെ ഇവര് അങ്ങോട്ട് ചൊറിഞ്ഞ് അവിടെ നിന്നുള്ള സംഗതികൾ അവിടുത്തെ താമസക്കാരെ മാറ്റി ഇവര് പുതിയ കുടിയേറ്റക്കാരെ കൊണ്ട് വെക്കുമ്പോ സംഭവിക്കുന്നത് അവിടെ ഒരു റെസിസ്റ്റൻസ് വരുന്നു. റെസിസ്റ്റൻസ് വരുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് പലരും വരുന്നു. ഹമാസ് തന്നെ യഥാർത്ഥത്തിൽ ഒരു ഭരണകൂടമായിരുന്നു, തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടമായിരുന്നു. ആ ഭരണകൂടം അതിതീവ്രമായ രീതിയിലാണ് പ്രതികരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഹമാസിനെ അവര് തീവ്രവാദ ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷെ ഹമാസ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന ഹമാസ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ളവരല്ല അവർക്ക് പാലസ്തീനിലെ ആവശ്യം. പാലസ്തീനെ അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അവർക്ക് പാലസ്തീൻ ഭാഗം കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള ഉള്ളിലിരിപ്പ്. ഗാസ ആയാലും പാലസ്തീൻ ആയാലും അറബ് രാജ്യങ്ങൾക്ക് യാതൊരു കൺട്രോളും ഇല്ലാതെ ഇസ്രയേലിന്റെ കൺട്രോളിൽ കിട്ടണം. എങ്കിൽ മാത്രമേ അതിന് അവർക്ക് സാധ്യമാവുള്ളൂ. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അവിടുത്തെ ഒരു ഭൂപ്രദേശത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവിടുത്തെ സൈനികർക്ക് പല സ്ഥലങ്ങളിലും സുഖകരമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന സ്ഥലമല്ല. ചില സമയത്ത് തണുപ്പും ചില സമയത്ത്
വഴുക്കലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഭൂപ്രദേശങ്ങളുണ്ട്, കുന്നുകളൊക്കെയാണ്. അപ്പോ കുറച്ചും കൂടി സ്പേസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ അവിടെ എന്നുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുള്ളതായിട്ടാണ് ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇദ്ദേഹത്തിന് അത് മൊത്തം ഒരു സൊല്യൂഷൻ അല്ല ആഗ്രഹിക്കുന്നത്, കംപ്ലീറ്റ് ക്യാപ്ചറും അത് മൊത്തം സ്വന്തമാക്കി എടുത്തിട്ട് അതുവഴി ഒരു ഇടനാഴി സൃഷ്ടിച്ച് ഈ മിഡിൽ ഈസ്റ്റിനെ മുഴുവൻ അവരുടെ രാജ്യങ്ങളിലുള്ള എക്കണോമി അടക്കം ഇവർക്ക് കൺട്രോൾ ചെയ്യണം. അതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നെത്യാഹുവിന്റെ നീക്കം അല്ലെ? നീക്കം ഇതിനകത്ത് നെത്യാഹുവിന്റെ നീക്കം നമ്മൾ യഥാർത്ഥത്തിൽ ഇതിനെ പറഞ്ഞുകൂടാ. കാര്യം ഇതിനകത്ത് നെത്യാഹു നമ്മൾ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്ന ഒരു ബിനാമിയാണ്. കാര്യം ഞാൻ വേറൊരു കണക്കും കൂടി പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് അവസാനിപ്പിക്കും. അതായത് ഏതാണ്ട് ഈ ഇസ്രായേൽ പാലസ്തീൻ സംഘർഷം ഉണ്ടായി തുടങ്ങിയിട്ട് നൂറ്റാണ്ടിന് മേളിലായി. പക്ഷെ 1948 ഇസ്രായേലിനെ പരമാധികാര രാഷ്ട്രമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. ഇപ്പോഴും ഏറ്റവും തന്ത്രപരമായ പങ്കാളിയാണ് ഇസ്രായേൽ അമേരിക്കയുടെ. അപ്പോ ഇവര് രണ്ടാം ലോകമഹായുദ്ധകാലത്തിന് ശേഷം മറ്റേത് രാജ്യത്തിനും കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ സഞ്ചിത വിദേശ സഹായം അമേരിക്ക ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് 2022 സാമ്പത്തിക വർഷത്തില് പ്രസിഡന്റ് ബൈഡൻ വിദേശ സൈനിക സഹായത്തിന് അവരുടെ ബഡ്ജറ്റ് വെക്കുമല്ലോ, ആ കിട്ടിയ സഹായത്തിന്റെ പകുതിയിലധികവും നീക്കിവെച്ചിരിക്കുന്ന ഇസ്രായേലിനാണ്. അതുപോലെ ഇവർക്ക് 2016 ഒരു ധാരണയുണ്ട്. ആ ധാരണ പ്രകാരം മിസൈൽ പ്രതിരോധത്തിനായിട്ട് $500 മില്യൺ ഓരോ വർഷവും ഇസ്രായേലിന് കൊടുക്കും. ഏകദേശം $4 മില്യൺ അമേരിക്ക നൽകും വേറെ. ഇപ്പോ 2021 മാത്രം മിസൈൽ പ്രതിരോധ ഫണ്ടായിട്ട് $1 ബില്യൺ അഡീഷണൽ ആയിട്ട് നൽകിയത്. ഇപ്പൊ ശരിക്കും ഇപ്പൊ അമേരിക്കയും ഫ്രാൻസും പറയുന്നു, ഒരു പ്രസ്താവന ഇറക്കി, നമ്മുടെ മുമ്പിലും ലോകത്തിന് മുമ്പിലും ഒക്കെ കാണിച്ചു തരികയാണ്, ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുകയാണ്. ഇസ്രായേൽ നിങ്ങൾ ഇപ്പോൾ 21 ദിവസത്തേക്ക് സീസ് ഫയർ പ്രഖ്യാപിക്കണം, വെടിനിർത്തൽ പ്രഖ്യാപിക്കണം എന്ന് പറയുന്നു. ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രി വളരെ ക്ലീൻ ആയിട്ട് പറയുന്നു, ഇല്ല, ഞങ്ങള് യുദ്ധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പോകുന്നത്, ഞങ്ങൾ കരയിലൂടെ ഇനി ആക്രമണം തുടരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അവിടുന്ന് വരുന്നതിന് മുമ്പ് സൈനിക വൃത്തങ്ങളോട് കൂടുതൽ തീക്ഷ്ണതയോടെ ആക്രമിക്കാൻ പറഞ്ഞിട്ടാണ് വന്നെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇത് തീർക്കാനായിട്ട് വളരെ സിമ്പിൾ അല്ലേ? കാര്യം അമേരിക്കയുടെ ഫണ്ടാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പൊ അമേരിക്ക പറഞ്ഞാൽ മതിയല്ലോ, 21 ദിവസം നിങ്ങൾ സീസ് ഫയർ നിർത്തണം, നമുക്ക് നയപരമായ ഒരു രാഷ്ട്രീയ ധാരണയിലെത്താനായിട്ട് 21 ദിവസം സമയം വേണം, നിങ്ങളൊന്ന് നിർത്തും, ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ തരുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾ തൽക്കാലം നിർത്തിവെക്കും എന്ന് പറഞ്ഞാൽ ആ നിമിഷം ഇദ്ദേഹം നിർത്തേണ്ടി വരും. കാര്യം പിന്നെ ആ രാജ്യത്തിന് എക്സിസ്റ്റൻസ് ഇല്ല. അമേരിക്കയുടെ ബലത്തിലാണ് ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. കാര്യം അവിടെ പ്രത്യേകിച്ച് ഉൽപാദനങ്ങളൊന്നും വരുന്നില്ലല്ലോ, ഇവരുടെ നിന്ന് കിട്ടുന്ന സംഗതികൾ. അപ്പൊ ഇവർക്ക് പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ തന്നെയും കുറച്ചും കൂടി രാജ്യങ്ങളിലേക്ക് ഇവരുടെ ആൾക്കാർ ചെല്ലണം. ഇന്നത്തെ പ്രസംഗത്തിന്റെ വരികൾക്കിടയിൽ വായിച്ചാൽ മനസ്സിലാവും, 4 രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളുമായിട്ട് ഞങ്ങൾ സഖ്യത്തിൽ ഏർപ്പെട്ടപ്പോൾ ഇസ്രായേലിലെ ജനതയ്ക്ക് പലർക്കും അവിടെയൊക്കെ പോയി ജോലി ചെയ്യാൻ കഴിഞ്ഞു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ അവരുടെ ഒരു എക്സിസ്റ്റൻസിന്റെ പ്രശ്നം ആണ് അവർക്ക് പാലസ്തീനെ നശിപ്പിക്കണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ അമേരിക്കയിൽ ഇലക്ഷൻ ഒക്കെ നടക്കാൻ പോവുകയല്ലേ? അപ്പൊ ഇലക്ഷന് മുമ്പ് അമേരിക്ക ഇസ്രായേലിന് ഇത് യുദ്ധം നിർത്തണം എന്നൊരു ശാസനം കൊടുക്കുമോ എന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രംപും ആണല്ലോ ഇനി അടുത്ത എതിർകക്ഷിയായിട്ട് നിൽക്കുന്നത്. സാധാരണ ബൈഡൻ ഒരു സോഫ്റ്റ് ലൈനാണ്, ട്രംപ് കുറച്ചും കൂടി ഹാർഡ് ലൈനറാണ്. ട്രംപിന്റെ കാലത്ത് ഇസ്രായേലിന് കൂടുതൽ സഹായം കിട്ടിയിരുന്നു. ബൈഡന്റെ കാലത്ത് കുറച്ചൊക്കെ സോഫ്റ്റ് ആണെങ്കിൽ പോലും ഞാൻ പറഞ്ഞതുപോലെ യഥേഷ്ടം കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പൊ ഇന്നത്തെ ഇതിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ബൈഡനുമായിട്ട് 3-4 ദിവസം മുമ്പ് ചർച്ച നടത്തി ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിനോട് അപേക്ഷിച്ചിട്ടുണ്ട് കുറച്ചും കൂടി പോസിറ്റീവായിട്ടുള്ള സഹായങ്ങൾ നൽകണമെന്ന്. അപ്പൊ ബൈഡൻ ഏത് തരത്തിലുള്ള
ഒരു തീരുമാനമാണ് എടുത്തതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും അറിയില്ല. ഏതായാലും ഈ ഇലക്ഷന് മുമ്പ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം ഇപ്പൊ അവിടുത്തെ ഈ ജനങ്ങള് യുദ്ധത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവാക്കുന്നു എന്നുള്ള ഒരു സംഗതി വരികയും പിന്നെ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, മുമ്പൊന്നും ഈ യുദ്ധത്തിന് ഈ ആഗോളതലത്തിൽ ഇസ്രയേലിനെതിരെ ഇത്രയും വലിയ പ്രതിഷേധങ്ങളൊന്നും പലയിടത്തും നടന്നിട്ടില്ല. ഇപ്പൊ എല്ലായിടത്തും ഇസ്രയേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളില് ഇവർക്കെതിരെ ഒരു ഇത് വരുന്നുണ്ട്. അതിനർത്ഥം ഇവര് യുദ്ധം നിർത്തേണ്ടി വരും, അല്ല എങ്കിൽ ഒരു സീസ് ഫയറിലൂടെ ഒരു രക്ഷപ്പെടാനുള്ള ഒരു നയതന്ത്ര സെറ്റിൽമെന്റിലെങ്കിലും എത്തേണ്ടി വരും, ഇലക്ഷനും കൂടി വരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തില്. ഏതായാലും നമുക്ക് സമയപരിമിതി ഉള്ളതിനാൽ നമുക്ക് ഈ ചർച്ച ലഘൂകരിക്കാം. ഞാൻ മറ്റൊരു വിഷയവുമായി, ലോക വിഷയവുമായി താങ്കളെ നാളെ ബന്ധപ്പെടുന്നതാണ്. താങ്ക് യു.